ഹായ് മക്കളെ, നമ്മള് ഓണത്തിന്റെ എക്സാം ഇതാ അടുക്കാനായില്ലേ. അപ്പൊ എല്ലാവരും പഠിക്കുന്ന തിരക്കിലായിരിക്കും. ചില ആളുകളൊന്നും പഠിക്കാതെ ഇങ്ങനെ ഒഴപ്പി നടക്കായിരിക്കും അല്ലേ. പക്ഷെ ഇനി നമുക്ക് സമയമില്ല, വളരെ കുറച്ച് ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ. അടിപൊളിയായിട്ട് നമുക്ക് മാർക്ക് സ്കോർ ചെയ്യേണ്ട ഒരു എക്സാം ആണ്. ബിക്കോസ് നമ്മളെ ഫസ്റ്റ് മെയിൻ എക്സാമിന്റെ മുന്നോടിയായിട്ടുള്ള ഒരു ട്രയൽ എക്സാം പോലെയാണ് അല്ലേ നമ്മൾ ഈ ഒരു ഓണം എക്സാം എന്ന് പറയുന്നത്. അപ്പൊ ഇന്ന് മിസ് വന്നത് എന്തിനാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, എക്സാമിന് നമുക്ക് ഏറ്റവും കൂടുതൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റിയ ഒരു സെക്ഷനാണ് എസ് എ സെക്ഷൻ എന്ന് പറയുന്നത്. 8 മാർക്കിനാണ് സാധാരണഗതിയിൽ നമുക്ക് എസ് എ ചോദിക്കുക. നമുക്ക് 4 ക്വസ്റ്റ്യൻസ് ആയിരിക്കും ഉണ്ടായിരിക്കുക. 2 എണ്ണമാണ് നമ്മൾ തിരഞ്ഞെടുക്കേണ്ടത്. അപ്പൊ ഇത് തിരഞ്ഞെടുക്കുന്ന സമയത്തും അത് എഴുതുന്ന സമയത്തും ഒരുപാട് കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ഈ 8 മാർക്ക് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്കോർ ചെയ്യാൻ പറ്റും. അപ്പൊ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കാമെന്ന് നമുക്ക് നോക്കിയാലോ. നമ്മൾ ആദ്യം തന്നെ 4 ഓപ്ഷൻസ് ആണ് നമ്മുടെ മുമ്പിലുള്ളത്. ഈ 4 ഓപ്ഷൻസ് നമ്മൾ തിരഞ്ഞെടുക്കുമ്പോൾ സെലക്ഷൻ പ്രോസസ് എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ടതാണ്. ആകെ 2.5-3 മണിക്കൂർ സമയത്തിനുള്ളിൽ ഒരുപാട് സമയം ഈ ഒരു സെലക്ഷൻ പ്രോസസ്സിന് ഉണ്ടായിരിക്കില്ല. ടപ്പേന്ന് നമ്മൾ എന്ത് ചെയ്യണം, എസ് എ സെലക്ട് ചെയ്യണം. അപ്പൊ അതിനായിട്ട് നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് നല്ല രീതിയിൽ നമ്മൾ പഠിക്കുക. 4-5 ചാപ്റ്റേഴ്സ് നമുക്കുള്ളൂ, അത് അടിപൊളിയായിട്ട് നമ്മൾ പഠിച്ചു വെക്കാം. എന്നിരുന്നാൽ കൂടെ നമുക്കൊരു പേഴ്സണൽ ഫേവറേറ്റ് എപ്പോഴും ഉണ്ടായിരിക്കില്ലേ. ഈ ഒരു എസ് എ ഞാൻ എഴുതിയിട്ടുണ്ടെങ്കിൽ എനിക്ക് ഒരുപാട് കാര്യങ്ങൾ അവിടെ പറയാനുണ്ടായിരിക്കും. ലൈക്ക് ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ, അതേപോലെ എമർജൻസി, അങ്ങനത്തെ ഒക്കെ ടോപ്പിക്ക് വരുന്ന സമയത്ത്, ഇലക്ഷൻ കമ്മീഷൻ, അതൊക്കെ വരുന്ന സമയത്ത് ഒരുപാട് കാര്യങ്ങളിലേക്ക് എനിക്ക് എൻ്റെതായുള്ള പോയിന്റ്സ് ഇൻക്ലൂഡ് ചെയ്യാൻ, അങ്ങനെ ഒരു പേഴ്സണൽ ഫേവറേറ്റ് എല്ലാവർക്കും ഉണ്ടാവും. അത്തരത്തിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് നിങ്ങൾക്ക് വരുന്നതെങ്കിൽ ആലോചിക്കുക മക്കളെ, ഏറ്റവും കൂടുതൽ കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റിയ എസ് എ നിങ്ങൾ ചൂസ് ചെയ്യാം. അത് മാത്രം തിരഞ്ഞെടുക്കുക. ഇനി 4 നിങ്ങൾക്ക് ഈസി ആയിട്ട് തോന്നുകയാണെങ്കിൽ ആ ക്വസ്റ്റ്യൻ പേപ്പറിൽ ഒന്ന് ടോപ്പിക്ക് കൊടുക്കുക. 1, 2, 3, 4 എന്ന് കൊടുക്കുക. ഓപ്ഷൻസ് 4 ക്വസ്റ്റ്യൻ ആണല്ലോ, അതിൻ്റെ താഴെ എത്ര ടോപ്പിക്ക് വരുന്നു എന്നൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഏറ്റവും കൂടുതൽ നിങ്ങൾക്ക് ഏതാണോ കൗണ്ട് വരുന്നത്, ഏറ്റവും കൂടുതൽ പോയിന്റ്സ് ഏത് എസ് എക്കാണോ നിങ്ങൾക്ക് വരുന്നത് ആ എസ് എ ചൂസ് ചെയ്യാം. അപ്പം സെലക്ഷൻ പ്രോസസ്സ് നമ്മൾ കംപ്ലീറ്റ് ചെയ്തു. ഒരു എസ് എ നമ്മൾ തിരഞ്ഞെടുത്തു. ഇനി നമ്മൾ അത് എഴുതാൻ പോവുകയാണ്. നമ്മളത് പ്രസന്റ് ചെയ്യുന്ന സമയം വളരെ പ്രധാനപ്പെട്ടതാണ്. ബിക്കോസ് നമ്മുടെ ക്ലാസ്സിൽ ഒരു 80 അല്ലെങ്കിൽ ഒരു 70 കുട്ടികളുള്ള ക്ലാസ്സിൽ എല്ലാവരും ടീച്ചേഴ്സ് നോക്കണം. പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്നത് ഒരു തിയറി പേപ്പറാണ്. അതുകൊണ്ട് തന്നെ തിയറി നമ്മൾ എന്ത് ചെയ്യുക, തള്ളി മറിക്കേണ്ടതും കൂടിയാണ് കുറച്ചൊക്കെ അല്ലേ. അപ്പം ആ സമയത്ത് എല്ലാവരും നോക്കി വരുന്ന സമയത്ത് ഒബ്വിയസ്ലി മനുഷ്യന്മാരല്ലേ, ടീച്ചേഴ്സ് അല്ലേ, ഒന്ന് ടയേർഡ് വയ്ക്കാം. അപ്പം എല്ലാവരുടെ പേപ്പറിൽ നിന്നും എൻ്റയർലി ഡിഫറെൻ്റ് ആയിട്ടുള്ള എന്തെങ്കിലും നിങ്ങൾ അവിടെ കൊടുത്താൽ മാത്രമേ ആളുകൾ ശ്രദ്ധിക്കുള്ളൂ. അത് പേപ്പറിൽ നല്ല ലൈഫിലും അങ്ങനെയാണല്ലേ. എല്ലാവരെ പോലെ നമ്മൾ നടന്നാൽ ആളുകളൊന്നും ശ്രദ്ധിക്കില്ല. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള രീതിയിൽ കാര്യങ്ങൾ ചെയ്താലേ, ചിന്തിച്ചാലേ മറ്റുള്ളവർ നമ്മളെ ശ്രദ്ധിക്കുള്ളൂ. അത് വിചാരിച്ച് ക്വസ്റ്റ്യൻ പേപ്പറിൽ പൂവും കായും ഒന്നും വരയ്ക്കണം എന്നല്ല കേട്ടോ ഉദ്ദേശിച്ചത്. നമ്മൾ പ്രസന്റേഷൻ ആണ് പറഞ്ഞു വരുന്നത്. അപ്പോൾ ഒരു ടോപ്പിക്ക് പ്രസന്റ് ചെയ്യുന്ന സമയത്ത് എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം. ഒരു എസ്സേയിലേക്ക് വരുന്ന സമയത്ത് മക്കളെ, സ്റ്റാർട്ട് വിത്ത് ഹെഡിങ്. ഹെഡിങ്ങിലൂടെ സ്റ്റാർട്ട് ചെയ്യാം. നല്ല രീതിയിലുള്ള ഒരു ക്യാച്ചി ആയിട്ടുള്ള ഒരു ഹെഡിങ് അവിടെ കൊടുക്കാം. അതിനുശേഷം സബ്ജക്റ്റ് എന്താണെന്ന് കൊടുക്കാം. എസ്സേക്ക് ഒരു സബ്ജക്റ്റ് ഉണ്ടാവില്ലേ, അതായത് ക്വസ്റ്റ്യൻ അതേപോലെ ഈജകോപ്പി അടിച്ച് എഴുതാനല്ല പറയുന്നത്. കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ട് ഒരു ടോപ്പിക്ക് പോലെ നിങ്ങൾ അവിടെ സെറ്റ് ചെയ്യാം. സബ്ജക്റ്റിന് എഴുതി 2 കോളനൊക്കെ ഇട്ട്, അല്ല 1 കോളനൊക്കെ ഇട്ട് അതിന് നേരെ ഈ ഒരു കാര്യം എഴുതാം. അതിനുശേഷം എന്തൊക്കെ പോയിന്റ്സ് ആണ് നിങ്ങൾ എക്സേയിൽ ഉൾക്കൊള്ളിക്കുന്നത്. അപ്പോൾ ഒരു 10 പോയിന്റോ 15 പോയിന്റോ ഒക്കെ നമ്മുടെ മനസ്സിലുണ്ടാവും. അത് വിചാരിച്ച് 15 പോയിന്റ്സ് ഒന്നും എഴുതി വെക്കണ്ട. ഒരു 6, 8, 10ന്റെ ഉള്ളിലുള്ള പോയിന്റ്സ് അവിടെ എഴുതി വെക്കാം. നമ്മൾ ഡീറ്റെയിൽ ആക്കി വന്നാലും തുടക്കത്തിൽ തന്നെ ഫുള്ള് പോയിന്റ്സ് കാണുന്ന ഒരു രസമില്ലായ്മല്ലേ. ഒരു 6 അല്ലെങ്കിൽ 8 പോയിന്റ്സ് നമ്മൾ അവിടെ എഴുതി വെക്കും. എന്നിട്ടാണ് നമ്മൾ കാര്യപരിപാടിയിലേക്ക് പോകുന്നത്. എസ്സേ എന്ന് പറയുമ്പോൾ അവിടെ 3 സ്റ്റേജസ് ഉണ്ട്. ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ. അത് വിചാരിച്ച് ഇൻട്രൊഡക്ഷൻ, ബോഡി, കൺക്ലൂഷൻ എന്ന് എഴുതി വെക്കരുത് കേട്ടോ. ഇൻട്രൊഡക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഒരു എസ്സേ സ്റ്റാർട്ട് ചെയ്യുന്നത് രീതിയാണ്. അപ്പൊ അവിടെ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്തിന് ഡയറക്റ്റ് ആയിട്ട് ടോപ്പിക്കിലേക്ക് പോകാതെ നമ്മൾ കുറച്ച് പോയിറ്റിക് ആയിട്ട് കാര്യങ്ങളൊക്കെ പറയാം. ഇപ്പൊ ഒരു എക്സാമ്പിൾ പറയാം. അപ്പൊ ഇന്ത്യ പാകിസ്ഥാൻ പാർട്ടീഷൻ ആണ് നമുക്ക് ഒരു എസ്സേ ആയിട്ട് കിട്ടിയെന്ന് വിചാരിച്ചു. അപ്പൊ നമുക്ക് പറയാം, സ്വാതന്ത്ര്യം കിട്ടിയിട്ട് ഇത്ര വർഷമായി എന്ന് പറഞ്ഞിട്ട് നമുക്ക് തുടങ്ങാം. സ്വാതന്ത്ര്യം എന്ന് പറയുന്ന സമയത്ത് നമുക്ക് എല്ലാവർക്കും ഒരു ഹാപ്പി മൊമെന്റ് ആണ്. പക്ഷെ ആ സമയത്ത് ഒരു വേദനാജനകമായിട്ടുള്ള കാര്യം നടന്നിരുന്നു. ഇന്ത്യ പാകിസ്ഥാൻ വിഭജനം എന്ന് പറഞ്ഞിട്ടുള്ള കാര്യങ്ങളൊക്കെ വെച്ച് തുടങ്ങിയിട്ട് വേണം ആ ഒരു ടോപ്പിക്കിലേക്ക് നമ്മൾ എത്താൻ. അപ്പൊ തുടക്കത്തിൽ തന്നെ അത് വായിക്കുന്ന ടീച്ചറെ മൈൻഡിൽ എന്തൊക്കെ ഉണ്ടാവും,
പല ആളുകൾക്കും എത്രാമത്തെ വർഷമാണ് സ്വാതന്ത്ര്യം കിട്ടിയിട്ടെന്ന് പോലും അറിയില്ല. അപ്പം ഈ കുട്ടിക്ക് അത് അറിയാലേ. അപ്പം ആ ഒരു ഇയർ കൂടെ അതിൽ ഇൻക്ലൂഡ് ചെയ്യാം. ഇത്ര വർഷമായി നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയിട്ട്, പക്ഷെ ഇപ്പോഴും നമുക്ക് ഇന്ത്യ പാകിസ്ഥാൻ ആ ഒരു കാര്യങ്ങളൊക്കെ പറഞ്ഞ് നമ്മൾ തുടങ്ങാം. അങ്ങനെ ഒരു ഇൻട്രൊഡക്ഷൻ ഒരു 5 ലൈൻസ് ഒക്കെ എഴുതിയിട്ട് അതിനുശേഷമാണ് നമ്മൾ ബോഡിയിലേക്ക് വരുന്നത്. അപ്പൊ നമ്മൾ ഇതാണ് നമ്മളെ പേപ്പറിന് ജസ്റ്റ് ഇമാജിൻ ചെയ്യുക, ഇതാണ് നമ്മുടെ പേപ്പർ. അപ്പൊ ഇവിടുന്നേ നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് വന്നു, എന്നിട്ട് 5 ലൈൻസ് എഴുതി കഴിഞ്ഞ് പിന്നെ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് പേപ്പറിന്റെ അറ്റത്ത് മുതൽ, അത് തെറ്റത്ത് മുതൽ തുടങ്ങരുത്. അതിന്റെ ഒരു സെന്റർ പോർഷൻ മുതലായിരിക്കണം അടുത്ത ബോഡി വരേണ്ടത്, അതായത് നമ്മുടെ എസ്സേന്റെ അടുത്ത സെക്ഷൻ വരേണ്ടത്. ബോഡി എന്ന് പറയുന്ന സമയത്ത് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പഠിച്ചിട്ടുണ്ട്. അതൊന്നാകെ ഡംപ് ചെയ്യേണ്ട സ്ഥലമല്ല, നമ്മളത് കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യണം. എങ്ങനെയാണ് മക്കളെ കൃത്യമായിട്ട് അറേഞ്ച് ചെയ്യാം? അതിൽ നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ യൂസ് ചെയ്യാം? സബ് ഹെഡിങ്സ് യൂസ് ചെയ്യാം, ബുള്ളറ്റിൻസ്, അതേപോലെ എയറോ മാർക്ക് ഇട്ട് കാര്യങ്ങളൊക്കെ പറയാം. പിന്നെ ഈ ഒരു ബോഡി എന്ന് പറയുന്ന സെക്ഷനിലാണ് മക്കൾ എന്ത് യൂസ് ചെയ്യേണ്ടത്? അണ്ടർലൈൻ ചെയ്യേണ്ടത്. അതായത് അത്രയും ഷുവർ ആയിട്ടുള്ള ടോപ്പിക് ഉണ്ടാവും. ലൈക്ക് നമ്മളിപ്പോൾ എമർജൻസി ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിളാണ് പറയുന്നത്? ഇലക്ഷൻ കമ്മീഷൻ ഒരു ടോപ്പിക് ആണെങ്കിൽ അത് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ഏത് ആർട്ടിക്കിൾ ആണ് പറയുന്നത്. അപ്പൊ ആ കാര്യങ്ങളൊക്കെ നല്ല രീതിയിൽ അറിയെങ്കിൽ, കൃത്യമായിട്ട് ആർട്ടിക്കിൾ ഏതാ എന്ന് ഓർമ്മ വേണം കേട്ടോ. അങ്ങനെ അറിയെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം? അത് കൊടുത്തിട്ട് അതിന്റെ താഴെ എന്ത് ചെയ്യാം? പെൻസിലിനോട് അണ്ടർലൈൻ ചെയ്യാം. പെന്ന് യൂസ് ചെയ്യരുത്, പെൻസിൽസ് യൂസ് ചെയ്യാം. കളേഴ്സ് റെഡ്, ഗ്രീൻ അങ്ങനത്തെ കളേഴ്സ് ഒന്നും യൂസ് ചെയ്ത് പെൻസിൽ മാത്രം യൂസ് ചെയ്യാം. അപ്പം ഈ ബോഡിയിലേക്ക് വരുന്ന സമയത്ത് ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. അതേപോലെ തന്നെ സബ് ഹെഡിങ്സ് എഴുതുന്ന സമയത്ത് സെന്റർ എന്നല്ല, സൈഡിൽ നിന്ന് വേണം തുടങ്ങാൻ. സൈഡിൽ സബ് ഹെഡിങ് എഴുതുക, അതിന്റെ ഡീറ്റെയിൽ എഴുതുക. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒരു 3-4 സബ് ഹെഡിങ്സ് നമുക്ക് ബോഡിയിൽ ഇൻക്ലൂഡ് ചെയ്യാം. ബുള്ളറ്റിനായിട്ട് കുറച്ച് പോയിന്റ്സ് കൊടുക്കണം. അറഞ്ചം ഇങ്ങനെ വലിച്ചു വാരി എഴുതിടാതെ പറയുന്ന കാര്യങ്ങൾ ബുള്ളറ്റിനായിട്ട് കൊടുക്കുക. അതേപോലെ എന്തെങ്കിലും കാര്യങ്ങൾ പിക്ചറൈസേഷനിലൂടെ പറയാനുണ്ടെങ്കിൽ ആ ഒരു കാര്യങ്ങൾ നമ്മൾ അവിടെ പ്രസന്റ് ചെയ്യുക. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ബോഡിയിൽ ശ്രദ്ധിക്കണം. ഇനി നമ്മൾ ഫൈനൽ സെക്ഷൻ ആണ്, കൺക്ലൂഷനിലേക്ക് വരികയാണ്. കൺക്ലൂഷൻ എന്ന് പറയുമ്പോൾ എസ്സേ എല്ലാവരും ഒക്കെ എഴുതി എങ്ങനെയെങ്കിലും ഒന്ന് അവസാനിപ്പിക്കാം, ആ ലെവലിലാവരുത് മക്കളെ ചെയ്യേണ്ടത്. കാരണം കൺക്ലൂഷൻ ഒരു 2-3 സെന്റൻസിൽ അവസാനിപ്പിക്കേണ്ടതല്ല, മിനിമം ഒരു 6 സെന്റൻസ് വേണം. ഈ 6 സെന്റൻസ് എന്തായിരിക്കണം? ആ ഒരു പർട്ടിക്കുലർ ടോപ്പിക്കിനോട് എൻ്റെ മക്കൾക്ക് എന്താണ് പറയാനുള്ളത്? എമർജൻസി എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ എന്താണ് മക്കൾ ഒപ്പീനിയൻ? ആക്ച്വലി ആ ഒരു എമർജൻസി ഡിക്ലെയർ ചെയ്തത് ശരിയായിരുന്നോ? അങ്ങനെയുള്ള കാര്യങ്ങൾ എൻ്റെ അഭിപ്രായത്തിൽ ഇന്നതാണ്, അതപ്പം വേണ്ടിയിരുന്നില്ല എന്നാണ് എനിക്ക് തോന്നുന്നത്. അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്തിട്ട് വേണം നമ്മളെ ആ ഒരു കൺക്ലൂഷൻ സെക്ഷൻ അവസാനിപ്പിക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ ഈസി ആയിട്ട് നമുക്ക് 8 മാർക്ക് നമുക്ക് വാങ്ങാൻ പറ്റും. ഇത് എഴുതുന്ന സമയത്ത് 1/2 മാർക്കോ 1 മാർക്കോലോ എസ്സേ നിങ്ങൾ വൈൻഡപ്പ് ചെയ്യരുത്. മിനിമം 1.5 മുതൽ 2 പേജ് വരെ നിങ്ങളെ എസ്സേ ഉണ്ടായിരിക്കണം. വീണ്ടും പറയാണ്, പൊളിറ്റിക്കൽ സയൻസ് എന്ന് പറയുന്ന ഒരു തിയറി പേപ്പറാണ്. സോ പേപ്പറിന്റെ ആ ഒരു കനത്തിന് ഇമ്പോർട്ടൻസ് ഉള്ള ഒരു പേപ്പർ തന്നെയാണ്. അതായത് അത്യാവശ്യം കണ്ടന്റ് ഇൻക്ലൂഡ് ചെയ്താൽ മാത്രമേ മാർക്ക് നമുക്ക് സ്കോർ ചെയ്യാൻ പറ്റുള്ളൂ. അതേപോലെ നിങ്ങൾ എസ്സേ എഴുതുന്ന സമയത്ത് റെലവൻസ് ആയിട്ട് നമ്മൾ കറന്റ്ലി നടക്കുന്ന എന്തെങ്കിലും ഇഷ്യൂസ് ആയിട്ട് കണക്ട് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ പെട്ടെന്ന് ഓർമ്മ കിട്ടുന്ന ആ ഇഷ്യൂ നല്ല രീതിയിൽ അറിയെങ്കിൽ അതുകൂടെ കണക്ട് ചെയ്തിട്ട് എസ്സേയിൽ ഇൻക്ലൂഡ് ചെയ്യാം. അത് ബോഡി പാർട്ടിലാണ് ചെയ്തു വെക്കേണ്ടത്. ഇത്രയും കാര്യങ്ങൾ ശ്രദ്ധിച്ച മക്കളെ 8 മാർക്ക് നമുക്ക് ഈസി ആയിട്ട് വാങ്ങാൻ പറ്റും. 8 മാർക്കിന്റെ എസ്സേ പോലെ തന്നെയാണ് 4 മാർക്കൊക്കെ, എല്ലാം വളരെ ഇമ്പോർട്ടന്റ് തന്നെയാണ്. പക്ഷെ എന്നിരുന്നാലും എസ്സേ എന്ന് പറയുമ്പോൾ എന്താ ഒരു ടോപ്പിക്ക്, അത് എസ്സേന്റെ മലയാളം എന്താ? ഉപന്യസിക്കുക അല്ലെ. നല്ല രീതിയിൽ ഉപന്യസിച്ചു വെച്ചാൽ മാത്രമേ നമുക്ക് അവിടെ ഫുൾ മാർക്ക് കിട്ടുള്ളൂ. അപ്പൊ ഐ ഹോപ്പ് നിങ്ങൾ എല്ലാവരും എസ്സേക്ക് ഫുൾ മാർക്ക് സെറ്റാക്കുന്നുള്ള കാര്യം എനിക്ക് ഷുവറാണ്. അപ്പം എൻ്റെ മക്കൾക്ക് ഷുവർ അല്ലേ? അപ്പം നമ്മുടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. ഇതേപോലുള്ള ഇൻട്രസ്റ്റിംഗ് വീഡിയോസ് ആയിട്ട് വീണ്ടും നമ്മൾ വരുന്നതാണ്. സോ ഇതുവരെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നമ്മുടെ യുവ ബാച്ച് കൂടെ പർച്ചേസ് ചെയ്യുക. സോ ബൈ.